ഫ്രണ്ട്സ് വെൽക്കം ടു വൃന്ദാവൻ പി സി വേൾഡ്. നമ്മൾ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി പഠിക്കേണ്ട പ്രധാനപ്പെട്ട SCRT NCERT പാഠഭാഗങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ 2-3 വീഡിയോസുകളിലായിട്ട് കണ്ടു. ഇതിൽ സയൻസിന്റെ ഞാൻ സ്പെഷ്യലായിട്ട് എടുത്ത് പറയാത്തതിന്റെ കാരണം 10th കൂടുതലും സയൻസ് നമ്മൾ SCRT ബേസ്ഡ് ആണ് നോക്കേണ്ടത്. NCERT ചോദിക്കാൻ വളരെയധികം ടഫായിട്ടുള്ള ഏരിയാസ് ഉണ്ട് അതിൽ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുണ്ടെങ്കിൽ NCERT ഞാൻ സെപ്പറേറ്റ് പറയാം. SCRT ചാപ്റ്റേഴ്സ് ഞാൻ ഓൾറെഡി മുൻപത്തെ 10th പ്രിലിംസിന്റെ പഠിക്കേണ്ടത് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും അഡീഷണൽസ് ഉണ്ടെങ്കിൽ ഞാൻ അത് സെപ്പറേറ്റ് ആയിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ഇപ്പോൾ ആ ചാപ്റ്റേഴ്സ് ഒക്കെ ഏകദേശം മനസ്സിലായി കാണും ഏതൊക്കെയാണ് നോക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ആദ്യമേ നമ്മൾ പഠിക്കാൻ അത് സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. അതിപ്പോൾ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, കോച്ചിങ് എടുത്തവരാണെങ്കിലും ആ വീഡിയോസ് കാണുന്നവരാണെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. കാരണം ഞാൻ എടുത്ത ആളാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഒന്നാമത്തെ കാര്യം, നമുക്ക് ഒരു ടൈം ടേബിൾ ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. ഓക്കെ, ഞാനൊരു 150 ഡേയ്സിന്റെ ഒരു ടൈം ടേബിൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതായത് ജസ്റ്റ് ഇപ്പോൾ കാണിച്ചു, ഇതാണ് ടൈം ടേബിൾ. അപ്പോൾ ഇത് ആക്ച്വലി ജനറലൈസ് ചെയ്തിട്ടതാണ് ഞാൻ. മൺഡേ ടു ഫ്രൈഡേ വരെ ഏതൊക്കെ സബ്ജക്ട്സ് സ്പെസിഫിക് ആയിട്ട് വേണം, അതിൽ നമ്മൾ പഠിക്കേണ്ട ടോപ്പിക്സ് മാറി മാറി നമുക്കറിയാലോ, നമ്മളാണ് പഠിക്കുന്നത്. അപ്പോൾ ഏത് ഏരിയ വരെ നിർത്തിയെന്നുള്ളത് നമുക്കാണല്ലോ കൂടുതൽ അറിയാം. എല്ലാവർക്കും പറഞ്ഞ പോർഷൻസ്, ഇപ്പോൾ ഞാനാണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും, ഇപ്പോൾ നിങ്ങൾ ആരുടെങ്കിലും ഫോളോ ചെയ്യുകയാണെങ്കിലും അവർ പറയുന്ന പോർഷൻസ് നമുക്ക് കംപ്ലീറ്റ് ആകണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ പാതിക്ക് വെച്ചിട്ടായിരിക്കുമല്ലോ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ ജനറലൈസ് ചെയ്ത സബ്ജക്ട്സ് എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് ടോപ്പിക്സ് മാറ്റി മാറ്റി എടുത്ത്, അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ സ്കൂൾ കോളേജിലൊക്കെ ഒരു ടൈം ടേബിൾ പോലെ തന്നെ ഞാൻ ഇട്ടതാണ്. ഇത് ഫോളോ ചെയ്യണം എന്നുള്ളവർക്ക് ഞാൻ ഇട്ടിട്ടുണ്ട് ഈ ടൈം ടേബിളിൻ്റെ. അതിന്റെ ലിങ്ക് ഞാൻ സെപ്പറേറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, കാണാത്തവരൊന്ന് കണ്ടു നോക്കും. അപ്പോൾ ഇതനുസരിച്ച് പഠിക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ, അതായത് ഏതായാലും കുഴപ്പമില്ല. ടൈം ടേബിൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഓക്കെയാണ്, അത് ഫോളോ അപ്പ് ചെയ്യാൻ റെഡി ആയിട്ടുള്ളവർ ഓക്കെ, അങ്ങനെ ചെയ്യാം. ഇനി അതല്ല, എന്താണ്, ഓരോ വ്യക്തിക്കും അവരുടേതായ വീക്ക് ഏരിയാസും സ്ട്രോങ് ഏരിയാസും ഉണ്ടാവും പഠിക്കേണ്ടതിൽ. ഓക്കെ, ഇപ്പോൾ വീക്ക് ഏരിയാസ് ഫോക്കസ് ചെയ്തിട്ട് വേണം തൻ്റെ ടൈം ടേബിൾ സെറ്റ് ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്നവർ അതിനനുസരിച്ച് ഇതിൽ വ്യത്യാസം വരുത്തുക. അപ്പോൾ ഞാൻ സെറ്റ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ വീക്ക് ഏരിയാസ് വെച്ചിട്ടുള്ളത് വെച്ചിട്ടേ ഞാൻ ചെയ്യുള്ളൂ. ഓക്കെ, കാരണം അത് എനിക്ക് കൂടുതലും പഠിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം മാർക്ക് പോയത് അതിനാണെന്നുള്ള ഒരു മൈൻഡ് വെച്ചിട്ടായിരിക്കുമല്ലോ നമ്മൾ സെറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുക, അവരുടേതായ രീതിയിലുള്ളത് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഒരു മോഡൽ സ്റ്റഡി പ്ലാൻ ഇട്ടിട്ടും അല്ലെങ്കിൽ രണ്ട് വീക്സിൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് പല കാരണങ്ങളാൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതിനാണ് ഞാൻ ഈ ഒരു ഓൾട്ടർനേറ്റ് മെത്തേഡ് അതിനുവേണ്ടി ആ ഒരു സമയത്ത് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതിനനുസരിച്ച് പൊക്കോളൂ, കുഴപ്പമില്ല, അതിനനുസരിച്ച് പഠിച്ചാൽ മതി എന്നുള്ളത്. പിന്നെ ഓരോരുത്തരുടെയും ലൈഫ് സിറ്റുവേഷൻസ് ഒക്കെ ഡിഫറെന്റ് ആയതുകൊണ്ട് അതിനനുസരിച്ച് പോകണ്ടേ, കണ്ടിന്യൂ ചെയ്ത് പോകണമെന്ന് നമുക്കറിയില്ല. നമ്മളിപ്പോൾ ഒരു ക്ലാസ്സിലിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഓഫ്ലൈൻ ക്ലാസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതനുസരിച്ച് പോകണം. നമുക്കറിയാം എവിടെ വരെ പഠിച്ചു നിർത്തിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ പഠിക്കുന്നവരാകുമ്പോൾ നമുക്കറിയില്ല, ഓരോരുത്തരും പല ജില്ലകളിലുള്ളവരാണ്, പല ആൾക്കാരാണ് വീഡിയോസ് കാണുന്നത്, പലരും വൈകിയാണ് ഇത് കാണുന്നത്. അപ്പോൾ നമുക്കറിയില്ല എങ്ങനെയാണ് ഇത് എടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനത് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതനുസരിച്ച് ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടേതായൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക, കൃത്യമായിട്ട് ഓരോ ദിവസം എന്തൊക്കെ പഠിക്കണം എന്നുള്ളത്. ഓക്കെ, ദെൻ രണ്ടാമത്തെ കാര്യം, ഏത് വിഷയം പഠിക്കാനാണ് ശ്രമിക്കുന്നത് എങ്കിലും അതിൻ്റെ ആദ്യം SCRT ചാപ്റ്റർ, ഓക്കെ, ഇത് നല്ലവണ്ണം വായിക്കുക. ശേഷം അതേ ഏരിയ റിലേറ്റഡ് ആയിട്ടുള്ള NCERT പാഠഭാഗവും വായിക്കുക. അപ്പോൾ നമുക്ക് SCRT പാഠഭാഗത്തിൽ പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് കുറച്ചൊക്കെ നമുക്ക് NCERTയിലും കാണാൻ സാധിക്കും. ആ ഏരിയാസ് നമുക്ക് സ്കിപ്പ് ചെയ്തിട്ടോ, അല്ലെങ്കിൽ അത് കൂടുതൽ പിന്നെ സ്ട്രെസ് ചെയ്ത് വായിക്കണ്ടല്ലോ, അതിൽ എക്സ്ട്രാ പറയുന്ന പോയിന്റ്സ് നമുക്ക് NCERT വായിക്കുമ്പോൾ മനസ്സിലാകും. ശേഷം ഒരു റാങ്ക് ഫയലും കൂടെ വെച്ച് നോക്കുക. ഓക്കെ, ഈ ഏരിയ തന്നെ. ഓക്കെ, ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ ചരിത്രം, കേരളത്തിന്റെ ഇപ്പോൾ യൂറോപ്യന്മാരുടെ വരവ് സംഭാവനയാണ് നോക്കുന്നത് എങ്കിൽ ആ ഒരു ഏരിയ റിലേറ്റഡ് ആയിട്ടുള്ള SCRT പാഠഭാഗം നോക്കുക, NCERT നോക്കുക, ദെൻ റാങ്ക് ഫയൽ നോക്കുക. റാങ്ക് ഫയലിൽ ഏകദേശം ഈ NCERT പോയിന്റ്സ് ഒക്കെ ഉണ്ടാകും. പിന്നെ അതിൽ എന്തെങ്കിലും അഡീഷണൽ ഇൻഫർമേഷൻ ഉണ്ടാവും. അപ്പോൾ ആ അഡീഷണൽ ഇൻഫർമേഷൻ മാത്രം ജസ്റ്റ് നോക്കിയാൽ മതി. അപ്പോൾ ഒരു ഏരിയ എടുത്തു കഴിഞ്ഞാൽ ആ ഏരിയയുടെ എല്ലാ സാധ്യതകളും മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് അതിൽ നിന്ന് മാക്സിമം വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ നമ്മളിപ്പോൾ വേണ്ട കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഈ പറയുന്ന 3 ബുക്സിന്റെ റെഫർ ചെയ്യുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കും. ഓക്കെ, അപ്പോൾ അത്യാവശ്യം വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും ആ ഒരു ടോപ്പിക് റിലേറ്റഡ് ആയിട്ട്. അതുകൊണ്ട് നമുക്കൊരു സാറ്റിസ്ഫാക്ഷനും കിട്ടും. ഓക്കെ, ഇങ്ങനെ പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അത് ഇപ്പോൾ എന്തെങ്കിലും ക്ലാസ് കേൾക്കുന്നവരാണെങ്കിൽ ആ ഒരു ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സും കൂടെ കേൾക്കുക. അപ്പോൾ ഇതിനൊക്കെ സമയം കിട്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നേരം, ഞാൻ പറഞ്ഞല്ലോ, വായിക്കുന്നതെന്ന് പറയുന്നത് മനസ്സിരുത്തി ഒരൊറ്റ ടൈമിൽ ഇരുന്ന് വായിച്ചാൽ മതി നല്ലവണ്ണം. അതിൽ ഇപ്പോൾ ഒരു പാഠഭാഗം എന്നൊക്കെ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് നേരം കൊണ്ട് തന്നെ വായിച്ചു തീർക്കാൻ പറ്റുന്നത്. അതിൽ ഒരു പാഠഭാഗം എന്ന് പറയുന്നതിൽ പല കാര്യങ്ങളുണ്ടാവും. അതിൽ ഒരു ചെറിയൊരു ഏരിയ മാത്രമായിരിക്കും ഇതെന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് വായിച്ചു തീർക്കാൻ പറ്റുന്നതാണ്. ഇങ്ങനെയൊക്കെ പഠിച്ചാലും നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത്. കാരണം അത്രയ്ക്ക് ഹൈ ലെവലിലൊക്കെ ഇപ്പോൾ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്.
അപ്പോൾ ഇങ്ങനെ വേണം പഠിക്കാനെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ. അപ്പോൾ മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ഏരിയ ആണ് ഫോക്കസ് ചെയ്യുന്നത് എങ്കിൽ, അതായത് ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയുന്നത് യൂറോപ്യന്മാരുടെ വരവാണ് ഫോക്കസ് ചെയ്യുന്നത് എങ്കിൽ, ആ ഒരു ഏരിയയിൽ ഇപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് പോർച്ചുഗീസ് തൊട്ട് ബ്രിട്ടീഷ് വരെയുള്ള എല്ലാ യൂറോപ്യൻ ശക്തികളുടെയും അവരുടെ വരവ്, വർഷം, അതിൽ ഏതൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട്, അവരുടെ പേരുകൾ, അവർ നൽകിയ സംഭാവനകൾ, അവർ കൊണ്ടുവന്ന പോളിസീസ് ഒക്കെ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് പഠിക്കാൻ സാധിക്കില്ല. അതിൽ യൂറോപ്യന്മാരുടെ വരവും സംഭാവനയാണ് പഠിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ, ഇപ്പോൾ പോർച്ചുഗീസും ഡച്ചും ആണ് എടുക്കുന്നതെങ്കിൽ, പോർച്ചുഗീസ് തന്നെ അത്യാവശ്യമുണ്ട് നമുക്ക് പഠിക്കാൻ. കുറേ ഉടമ്പടികൾ ഉണ്ടാക്കുന്നുണ്ട് ഇവിടുത്തെ രാജാക്കന്മാരായിട്ടൊക്കെ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് കുറേയധികം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൃത്യമായിട്ട് ഓർമ്മയിൽ നിൽക്കണമല്ലോ. എല്ലാവരുടെയും ഒറ്റയ്ക്ക് വായിച്ചു കഴിഞ്ഞാൽ ഓർമ്മയിലൊന്നും നിൽക്കില്ല. അപ്പോൾ ഈ പോർച്ചുഗീസുകാരും ഡച്ചുകാരും നമ്മൾ എന്ത് ചെയ്യുക, ഒരു വീക്കിൽ നമ്മൾ പഠിക്കാൻ എടുത്തു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യാം, കംപ്ലീറ്റ് ചെയ്യാം. അതിനുശേഷം മതി ആ ഒരു ഏരിയയിൽ നിന്ന് അടുത്തൊരു ഏരിയയിലേക്ക് പഠിക്കാൻ. അതായത് ഇപ്പോൾ പിന്നെ വരുന്ന ബ്രിട്ടീഷ്, ഫ്രഞ്ച് ഒക്കെ ഉണ്ടല്ലോ, അത് പഠിക്കാൻ. അല്ലാതെ ഇത് ഇപ്പോൾ ഒരു വീക്കിൽ പോർച്ചുഗീസുകാരുടെ കുറച്ച് നോക്കിയിട്ട് പിന്നത്തെ വീക്കിൽ പോർച്ചുഗീസുകാരുടെ ബാക്കി നോക്കാം എന്ന് പറയുന്നത് എനിക്ക് അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. കാരണം നമ്മൾ കുറേയധികം പഠിച്ചിപ്പോൾ ഇതൊരു തിങ്കളാഴ്ചയാണ് പോർച്ചുഗീസുകാരുടെ പഠിച്ചെങ്കിൽ നമ്മൾ പിന്നത്തെ ഒരു തിങ്കളാഴ്ചയ്ക്ക് പോർച്ചുഗീസുകാരുടെ നോക്കാൻ എടുക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ മറന്നു. അപ്പോൾ തിങ്കളാഴ്ച ഇപ്പോൾ ഒരു പോർച്ചുഗീസുകാരുടെ നോക്കുകയാണെങ്കിൽ അത് അന്നത്തെ ദിവസം തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക, മാക്സിമം മനസ്സിലാക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ ആ ഒരു വീക്കെൻഡിലെ റിവിഷനിൽ ഇതൊന്നും കൂടെ നമ്മുടെ കൈ കൂടെ പോകും. പിന്നെ ഒരു മന്ത്ലി റിവിഷനിൽ നമ്മൾ വീണ്ടും ഇതൊക്കെ വായിക്കും. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് എനിക്ക് തോന്നുന്നത്. നമ്മൾ എന്തായാലും ഒരു ഏരിയ എടുത്തു കഴിഞ്ഞാൽ അത് ആ ഒരു വീക്ക് കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ചിലവർക്ക് ഈ ഒരു പോർച്ചുഗീസ് ഇപ്പോൾ ഒരു ദിവസം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ദിവസം തന്നെ തീരണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ അപ്പോൾ ആ ഒരു വീക്കിൽ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ മതി. ഓക്കെ. ഒരു ആഴ്ച കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് നമുക്ക് ഇപ്പോൾ ഡെയിലി പറയുന്ന ടൈം ടേബിൾ പോലെ തന്നെ നമുക്ക് വീക്കിലിയും വേണമെങ്കിൽ കൺസിഡർ ചെയ്യാലോ. ഓക്കെ. അപ്പോൾ ഒരു വീക്കിൽ ഇപ്പോൾ കുറേയധികം സബ്ജക്ട്സ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ആ സബ്ജക്ട്സിൽ കുറേ ഏരിയാസ് ഉണ്ട്. ആ ഏരിയാസ് അത്രയും തന്നെ ഒരു വീക്ക് കൊണ്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ഇതാക്കി എടുത്താലും മതി. കാരണം എല്ലാവർക്കും ഒരു ദിവസം കൊണ്ട് തന്നെ പറയുന്ന പോർഷൻസ്, ഇപ്പോൾ ഞാനാണെങ്കിലും പറയുന്ന പോർഷൻസ് എനിക്കും ചിലപ്പോൾ തീരണമെന്നില്ല, പല കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്കും ചിലപ്പോൾ പഠിച്ച് തീരണമെന്നില്ല. അപ്പോൾ അത് ബേസ്ഡ് ആയിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻസ് ഇട്ടാലും അവിടെ ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്കും കിട്ടില്ല. കാരണം ഞാനിപ്പോൾ നോക്കിയിട്ടിട്ടാലും അത് നിങ്ങൾ ചിലപ്പോൾ നോക്കിയിട്ടുണ്ടാവില്ല ആ ഒരു ഏരിയ. അതുകൊണ്ടാണ് ഞാനത് അധികം ഇതാക്കാത്തത്. അപ്പോൾ വീക്ക്ലി ആണ് ചെയ്യുന്നതെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ഏകദേശം അത് തീരും. ഇപ്പോൾ വീക്ക്ലി വേണമെങ്കിൽ ഇടാട്ടോ, നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അതായത് ഒരു വീക്കിൽ നമ്മൾ ഏതൊക്കെ സബ്ജക്ട്സ്, ഏതൊക്കെ ഏരിയാസ് കംപ്ലീറ്റ് ചെയ്യണം. അതായത് നമ്മളൊരു ടാർഗറ്റ് ഒക്കെ പറയില്ലേ, ഇപ്പോൾ ജോലിക്ക് കയറുന്നവർക്ക് ടാർഗറ്റ് ഒക്കെ പറയില്ലേ, ഒരു വീക്ക് കൊണ്ട് നിങ്ങൾ ഇത്രയും ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യണം, ഇപ്പോൾ ഇത്രയും ഏരിയാസ് കംപ്ലീറ്റ് ചെയ്യും, ഇത്രയും സബ്ജക്ട്സിന്റെ ബാക്കി സബ്ജക്ട്സിന്റെ നെക്സ്റ്റ് വീക്കിൽ, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾ പറഞ്ഞാൽ മതി വീക്ക്ലി വേണമെന്നുള്ളത്. അപ്പോൾ ഡെയിലി ചിലപ്പോൾ എല്ലാവർക്കും കംഫർട്ടബിൾ ആകില്ല എന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത്. പക്ഷേ അത് എളുപ്പമായിട്ടുള്ളവർ അങ്ങനെ ചെയ്താൽ മതിയിട്ടാണ് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം, ഒരു സജഷൻ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ എന്താണെങ്കിലും ഒരു സ്പെസിഫിക് ഏരിയ എടുത്താൽ അത് കംപ്ലീറ്റ് ചെയ്യുക, പെൻഡിങ് ഇടാതിരിക്കുക. എന്നിട്ട് നെക്സ്റ്റ് ഒരു സബ്ജക്റ്റിന്റെ ഒരു ഏരിയ എടുത്ത്, ഇപ്പോൾ കെമിസ്ട്രിയുടെ ആറ്റം എടുക്കുകയാണെങ്കിൽ ആ ആറ്റം നോക്കിയാൽ മതി. ഇപ്പോൾ ചരിത്രത്തിന്റെ ഒരു ഏരിയ കഴിഞ്ഞിട്ട് കെമിസ്ട്രിയുടെ അടുത്തൊരു ഏരിയ നോക്കിയാൽ മതി. അതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ഇങ്ങനത്തെ ഒരു ബേസ്ഡ് ആയിട്ടുള്ള ഒരു പഠനമായതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ടച്ച് വിടാതെ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി നമുക്ക് ആകെ ഒരു കൺഫ്യൂഷനൊക്കെ, അവിടെ നിന്ന് കുറച്ച് എന്തൊക്കെയോ നോക്കിയിട്ടുണ്ട്, ആറ്റത്തിന്റെ കുറച്ച് ഭാഗം, ഇവിടെ നിന്ന് പോർച്ചുഗീസിന്റെ കുറച്ച് ഭാഗം നോക്കിയിട്ടുണ്ട്, പിന്നെ ഫിസിക്സിന്റെ ദ്രവ്യത്തിന്റെ കുറച്ച് ഭാഗം നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഇൻകംപ്ലീഷൻ എനിക്ക് ഫീൽ ചെയ്തു. അതാണ് ഞാൻ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു സ്പെസിഫിക് ഏരിയ എടുത്താൽ അത് കംപ്ലീറ്റ് ആയിട്ട് നോക്കുക. ഇനി കൂടുതലും ജോഗ്രഫി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയും വേണം കേട്ടോ. അതായത് ഇതൊക്കെ ചെയ്യണം. ഒപ്പം മാപ്പ് വെച്ചിട്ട് പഠിച്ച പിക്ചേഴ്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മാപ്പ് വെച്ചിട്ട് പഠിച്ചാൽ ജോഗ്രഫി വളരെ വളരെ എളുപ്പമായിരിക്കും. ഓക്കെ. കാരണം നമ്മുടെ മൈൻഡിൽ നിൽക്കും. എപ്പോഴും നമുക്ക് ഈ എഴുത്തിനേക്കാളും കൂടുതൽ ഇമേജസ് ആയിരിക്കും നമ്മുടെ മൈൻഡിൽ അല്ലെങ്കിൽ നമ്മുടെ മെമ്മറിയിൽ കൂടുതൽ നിൽക്കുക. അപ്പോൾ ഏറ്റവും നല്ലത് മാപ്പ് വെച്ചിട്ട്, ഇപ്പോൾ നിങ്ങൾ ക്ലാസ്സുകൾ കേൾക്കുന്നവരാണെങ്കിൽ അതിൽ വ്യക്തമായിട്ട് ഓരോ മാപ്പ്, ഇന്ത്യയുടെ മാപ്പും വേൾഡിൻ്റെ മാപ്പും ഒക്കെ വെച്ചിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ ടെക്സ്റ്റുകളിലാണെങ്കിലും ഉണ്ട്, പക്ഷെ അത് എങ്ങനെ വന്നു എന്ന് ചിലർക്കൊരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ അതിന് നമ്മൾക്ക് യൂട്യൂബിലെ ക്ലാസ്സസോ അങ്ങനെ വല്ലതും കേൾക്കാം. അല്ലാത്ത പക്ഷം നമ്മൾ ഈ മാപ്പ് വെച്ച് പഠിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മൾ കറണ്ട് അഫെയർ വെച്ചിട്ട് പറയുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ നമ്മൾ പത്രവാർത്തകളിൽ കാണുന്നില്ലേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കൂടുതലും ഈ ഇപ്പോൾ എപ്പോഴാണ് എക്സാം നടക്കുന്നത് ആ ഒരു വർഷത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസിഡൻസ്, ഇപ്പോൾ യുദ്ധങ്ങൾ, എന്തെങ്കിലും ഉടമ്പടികൾ, എന്തെങ്കിലും ആക്രമണങ്ങൾ, അതുമായിട്ട് ഇൻവോൾവ് ചെയ്ത രാജ്യങ്ങൾ, അത് ഇപ്പോൾ വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചു എന്നൊക്കെ പറഞ്ഞ് അതിൽ ഇൻവോൾവ് ചെയ്ത് അപ്പോൾ ഇന്ത്യ അനുകൂലിച്ചോ വീറ്റോ ഉപയോഗിച്ചോ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. ഡിഗ്രി ലെവലിലൊക്കെ ഞാൻ അങ്ങനത്തെ ചോദ്യങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൂടുതൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ ന്യൂസ് പേപ്പേഴ്സ് നല്ലോണം വായിക്കണം. വായിക്കാൻ പറ്റാത്തത് യൂട്യൂബിൽ ക്ലാസ്സസ് ഉണ്ട് ഡെയിലി. ഇങ്ങനെ ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ദൃഷ്ടി IAS ഒക്കെ ഉണ്ട്. അതിലൊക്കെ ഇങ്ങനെ യൂട്യൂബ് ചാനലിലൊക്കെ ഇങ്ങനെ പറയണ കാണാറുണ്ട്. അതുപോലെ ഒരു
ഇങ്ങനെ പറയുന്നവരുണ്ട് കേട്ടോ. കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് കുറേയധികം യൂട്യൂബ് ചാനൽസ് പറയുന്നവരുണ്ട്. ഞാനിപ്പോൾ ഓർമ്മയിൽ വന്നത് പറഞ്ഞൂന്നുള്ളൂ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കേൾക്കാൻ ശ്രമിക്കുക. അതിൽ അവർ വ്യക്തമായിട്ട് പറയും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസിഡൻസ് ആയിരിക്കും അവർ കൂടുതൽ പറയും. എല്ലാം നമ്മൾ വാരി വലിച്ച് ഇപ്പോൾ ഒരു പത്രത്തിൽ നമ്മൾ കുറേയധികം കാര്യങ്ങൾ കാണും. അതെല്ലാം നമുക്ക് ആവശ്യമില്ലല്ലോ. ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഉള്ള കാര്യം മാത്രം മതി. അപ്പോൾ അങ്ങനെയുള്ളത് കണ്ട് കുറിച്ചും കൂടെ എന്താണ് നമ്മളൊരു ജോഗ്രഫി റിലേറ്റഡ് ആയിട്ട് വരുന്ന രാജ്യങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ അതിന് ചുറ്റുമുള്ള അപ്പോൾ ഒരു രാജ്യം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റുമുള്ള മറ്റു രാജ്യങ്ങൾ, അങ്ങനെയൊക്കെ തരത്തിലൊക്കെ ചോദിച്ച് കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് കൂടുതലും ഇങ്ങനത്തെ കറണ്ട് അഫയർ റിലേറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് ചോദ്യങ്ങൾ വരിക. അപ്പോൾ അതിന് നമ്മൾ ന്യൂസ് പേപ്പേഴ്സ് അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സിലെ ഈ ഒരു ഇതിന് ഡെയിലി ഇതിന്റെ ബേസിസിലുള്ള വീഡിയോസോ അങ്ങനത്തെ ക്ലാസ്സുകളോ കേൾക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ഈ ഒരു ക്ലാസ് ആയിട്ട് കാണുമ്പോൾ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് മറക്കില്ല. നമ്മൾ വായിച്ചു വിടുകയാണെങ്കിൽ ചിലപ്പോൾ മറക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാട്ടോ അങ്ങനെ പറഞ്ഞത്. നമ്മൾ ഏതെങ്കിലും ഒരാളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് അവർ അതായത് അവരുടേതായ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ മൈൻഡിൽ കുറച്ചും കൂടെ നിൽക്കും. എന്തെങ്കിലും കോഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ആ ഒരു പിക്ചേഴ്സ് ഇമേജസ് ഒക്കെ ആയിരിക്കും കൂടുതൽ മൈൻഡിൽ നിൽക്കുക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ അങ്ങനെ പഠിക്കാം കറണ്ട് അഫയേഴ്സിന് കേട്ടോ. അല്ലാത്തത് നമുക്ക് ഇപ്പോൾ ഈ കറണ്ട് അഫയേഴ്സിൽ തന്നെ നമുക്ക് ഈ എക്സ്ട്രീംലി ഫാക്ച്വൽ ആയിട്ട് വരുന്നുണ്ടല്ലോ. അതായത് ഓരോ സംസ്ഥാനങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന, അതായത് എന്തെങ്കിലും പുതിയ സ്കീമുകൾ കൊണ്ടുവന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ കൂടുതലും സോളാർ അങ്ങനത്തെ വളരെയധികം ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഒക്കെ ഉണ്ടല്ലോ. അതൊക്കെ എക്സ്ട്രീംലി ഫാക്ച്വൽ ആണ്. അതിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കറണ്ട് അഫയേഴ്സ് ഓരോ മന്ത്ലി ഉള്ളത് നമ്മൾ എഴുതി തന്നെ പോകണം. ഓക്കെ, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ കറണ്ട് അഫയേഴ്സിന്റെ ഓരോ മന്തിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ക്വസ്റ്റൻസിന്റെ ഒരു ഇത് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു വീക്കിലാണെങ്കിലും ജാനുവരി ബേസ്ഡ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. ജാനുവരി 2025 വെച്ചിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സിന്റെ ക്വസ്റ്റൻസ് നമുക്ക് വേണമെങ്കിൽ 2 സെറ്റായിട്ട് ചെയ്യാം. അതായത് പഠിക്കാനുള്ള എളുപ്പത്തിന്. അപ്പോൾ നമുക്ക് ഈ ഒരു ജാനുവരി കംപ്ലീറ്റ് ആവും. എന്തെങ്കിലും നിങ്ങൾക്ക് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അത് ആഡ് ചെയ്ത് പഠിക്കാൻ പറ്റും. ആഡ് ഓൺ ചെയ്ത് അതിന്റെ ക്വസ്റ്റൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് മനസ്സിലാവും. കാരണം ഇത് ഇനി നമുക്ക് ആ ഒരു എക്സാം ടൈം ആകുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യം വരെ ഈ 2025 കറണ്ട് അഫയേഴ്സ് ആയിരിക്കും. 2024 വേണ്ടി വരില്ല എന്നല്ല, പക്ഷെ 2025 കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് ഇപ്പോഴേ പഠിച്ച് പോകുന്നത് നല്ലതല്ലേ, അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ കുറേയധികം ഇപ്പോൾ നടന്ന എക്സാംസിനൊക്കെ കുറേ കണ്ടു. ഞാൻ ഈ കറണ്ട് അഫയർ റിലേറ്റഡ് ആയിട്ട് അത് തന്നെ ചോദിച്ചു വെച്ചേക്കണം കണ്ടു. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് 2 സെറ്റായിട്ട് ഇപ്പോൾ ആഴ്ചയിൽ 2 ദിവസം ഇപ്പോൾ ജാനുവരി എടുക്കുകയാണെങ്കിൽ ജാനുവരിയുടെ 1 to 31 വരെയുള്ള ഡേയ്സിന്റെ കറണ്ട് അഫയേഴ്സ് ഒന്നല്ലെങ്കിൽ 3 ഇതായിട്ട് ചെയ്യാം. നമുക്ക് 3 പാർട്ടായിട്ട്. അപ്പോൾ നമ്മുടെ മൈൻഡിൽ നിൽക്കും. നിങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം നമുക്ക് കറണ്ട് അഫയേഴ്സും കൂടെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് മൈൻഡിൽ നിൽക്കും. ഓക്കെ, ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ടോ എന്നുള്ളതും കൂടെ ഒന്ന് കമന്റ് ചെയ്യട്ടെ. ഇപ്പോൾ തൊട്ട് പഠിച്ചു തുടങ്ങുന്നുള്ളൂ എന്നുള്ളവരുണ്ടോ എന്ന് അറിയില്ല. കാരണം ഇപ്പോൾ ഞാൻ മുമ്പിട്ട വീഡിയോസ് ഇപ്പോൾ കാണുന്നവരുണ്ട്, ആ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ അറിയില്ല എനിക്ക് ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ടോ എന്ന്. അങ്ങനെ എന്തെങ്കിലും ഒന്ന് കമന്റ് ചെയ്യുക. അവർക്ക് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഓക്കെ, ഇത് ഇത്രയും ശ്രദ്ധിക്കണം. ഒപ്പം ഇത് സെൽഫായിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ മാത്സ് ഇംഗ്ലീഷ് മലയാളത്തിന് ഞാൻ സെപ്പറേറ്റ് പറയാം എന്താ ചെയ്യേണ്ടതെന്ന്. ഇതിൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം PYQs എന്ന് പറയുന്നത് തന്നെ. ഓക്കെ, ഒരു 10th ലെവലിൽ നിങ്ങൾക്ക് എത്രത്തോളം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആകും അത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്യാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. പിന്നെ നമുക്ക് ഏതെങ്കിലും ഇപ്പോൾ ടെസ്റ്റ് സീരീസുകൾ ഉണ്ടെങ്കിൽ അതും ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതൽ വരുന്നതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ പലതരത്തിലെ ചോദ്യങ്ങൾ കാണുമ്പോൾ അത് ഹെൽപ്ഫുൾ ആകുമല്ലോ. ഇപ്പോൾ ഞാൻ തന്നെ കുറേ ഇപ്പോൾ LDC റിലേറ്റഡ് ആയിട്ട് വേറെ എക്സാം റിലേറ്റഡ് ആയിട്ട് ടെസ്റ്റ് സീരീസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിട്ട എനിക്കും ഗുണമുണ്ടായി, കണ്ടവർക്കും ഗുണമുണ്ടായിട്ടുണ്ടാവും. കാരണം ഞാൻ ഏത് ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ ചോദിച്ചത് അതൊക്കെ തന്നെയായിരുന്നു. ഓക്കെ, അതിന്റെ വേറൊരു തരത്തിൽ ചോദിച്ചു, പക്ഷെ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റി. അപ്പോൾ അങ്ങനെയുള്ള ചില ഗുണങ്ങളുണ്ട് നമ്മളിപ്പോൾ വല്ല ടെസ്റ്റ് സീരീസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ. എക്സ്ട്രീംലി ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ് സീരീസ് ഒക്കെ അവൈലബിൾ ആണ്. എനിവേസ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റ് സീരീസുകൾ ഞാൻ ചെയ്യും. അപ്പോൾ ഒരു 3-4 ഞാൻ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. അത് പഠിക്കുന്നതിനെ ബേസ് ചെയ്തിട്ട് പറഞ്ഞിട്ടാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്, ഓരോ ഏരിയാസ് വെച്ചിട്ട്. വേണമെങ്കിൽ നമുക്ക് ജനറലൈസ് ചെയ്തിടാം, അല്ലെങ്കിൽ ഇന്ന പോർഷൻസ് ഒരു വീക്കിലോട്ട് ഇത്രയും നോക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു ഇതിടാൻ പറ്റും ഒരു ടെസ്റ്റ്. അപ്പോൾ ഡെയിലി ഇടാനാണ് ഞാൻ പ്ലാൻ ചെയ്തിരുന്നത് കഴിഞ്ഞ ഒരാഴ്ചയിൽ. അതാണ് ഞാൻ പറയാനിരുന്നത്. ഡെയിലി ഇടാനാണ് ഞാൻ ആലോചിച്ചിരുന്നത്, പഠിക്കുക പറയുന്ന പോർഷൻസിനനുസരിച്ചല്ല. പക്ഷെ അതിന് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് മാത്രമല്ല ഈ NCERT SCERT ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്സസും ഈ ഒരു വീക്കിൽ ഒപ്പം വിട്ടു പോകണ്ടേ. അപ്പോൾ ഇത് രണ്ടും കൂടെ എനിക്ക് ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നലുള്ളതുകൊണ്ടാണ് ഞാൻ ഡെയിലി എന്നുള്ളത് പറയാത്തത് കേട്ടോ. നമുക്ക് വീക്കിലി അല്ലെങ്കിൽ വീക്കിലി 2 days ഒക്കെ വെച്ചിട്ട്, അതായത് ആഴ്ചയിൽ 2 ദിവസം വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ടെസ്റ്റുകളാണെങ്കിലും കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ പറയാം, നിങ്ങൾക്ക് പറയാം, അതിനനുസരിച്ച് ചെയ്യാം. ഇതിന് മുമ്പിട്ട ടെസ്റ്റുകളിലൊക്കെ ഇനിയും വേണം അങ്ങനെയൊക്കെ പറഞ്ഞ് കമന്റ്സ് ഞാൻ കണ്ടു. ഇപ്പോൾ കൂടുതൽ പേരും എനിക്ക് തോന്നുന്നു ഇപ്പോഴും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അത് താല്പര്യമുള്ളവരൊന്ന് കണ്ടു നോക്കും. ഞാൻ വേണമെങ്കിൽ അതിന്റെ ലിങ്ക് സെപ്പറേറ്റ് ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഇതിന്റെ ടെസ്റ്റുകൾ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഞാനൊരു പ്ലേലിസ്റ്റ് ഇടാട്ടോ. അതായത് ടെസ്റ്റ് സീരീസ് എന്ന് പറഞ്ഞിട്ട് അതിൽ ജനറലൈസ് ചെയ്ത് ക്വസ്റ്റൻസ് ആയിരിക്കും ഫുള്ള് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവുക. അത് ഓരോ എക്സാം റിലേറ്റഡ് ആയിട്ടായിരിക്കും കേട്ടോ. എനിവേസ് നമ്മൾ ഏത് എക്സാം റിലേറ്റഡ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അത് നോക്കുന്നത് നല്ലതാണല്ലോ. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ PYQs മാക്സിമം PYQs നോക്കുക. കാരണം അത് തന്നെ മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. എല്ലാ ലെവൽ ഓഫ് ഞാനിത് മുൻപ് പറഞ്ഞിട്ടുണ്ട്, എല്ലാ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ആൻസർ ചെയ്യുന്നത് നല്ലതാണ്.
അതിൽ കൂടുതലും ഇപ്പോൾ നിങ്ങൾ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ PYQസിൽ കൂടുതലും അതായത് ഇപ്പോൾ ചോദ്യങ്ങൾ വരുന്നതുണ്ടല്ലോ അതും ചിലതൊക്കെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ AI ബേസ്ഡ് ആയിട്ട് എന്തെങ്കിലും ചോദിച്ചാൽ അത് വെച്ച് തന്നെ ചോദിക്കുന്നുണ്ട് വീണ്ടും വീണ്ടും. പിന്നെ മന്ത്രിമാരുടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ മന്ത്രിമാരുടെ വകുപ്പുകൾ വെച്ചിട്ട് ചോദിച്ചാൽ ആ ഒരു ഏരിയ തന്നെ പിന്നെയും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പല ഇപ്പോൾ LGSന് ചോദിച്ചത് വീണ്ടും 10th പ്രിലിംസിന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ LDCക്ക് ചോദിച്ച കാര്യം ഡിഗ്രി മെയിൻസിന് വരെ ചോദിച്ചിട്ടുണ്ട് അറിയോ. അപ്പോൾ കുറേയധികം കാര്യങ്ങൾ റിപ്പീറ്റഡ് ആണ്. അപ്പോൾ PYQs നന്നായി ചെയ്യാം. അതിൻ്റെ ഡിസ്കഷൻ വേണമെങ്കിൽ അത് നമുക്ക് സെപ്പറേറ്റ് ഓരോ പേപ്പർ എടുത്തിട്ട് വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അത് ഞാൻ പറയാം. കാരണം നമുക്ക് ഓരോ വർഷത്തെ പേപ്പർ എടുത്ത് അനലൈസ് ചെയ്ത് നിങ്ങൾ കേവലം ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ളതിനേക്കാൾ ഉപരി ആ ഓപ്ഷൻസിൽ വന്നിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് അതിന്റെ ഉത്തരവാകുന്നില്ല എന്നുള്ള രീതിയിലും കൂടെ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഓക്കെ, അത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസിലാണ് നമുക്ക് കൂടുതൽ അപ്ലൈ ചെയ്യാൻ സാധിക്കാം. നമുക്ക് ഒരു ചോദ്യത്തിന് ഒരു ആൻസർ ഉണ്ടാവുള്ളൂ. ആ ആൻസർ വരുന്നതിനൊരു കാരണമുണ്ട്, ബാക്കിയുള്ളത് ആൻസർ ആവാത്തതിനൊരു കാരണമുണ്ട് അല്ലേ. അപ്പോൾ ആ 3 ഇപ്പോൾ 4 3 സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ട് ഫോൾസ് ആയി എന്നുള്ളതിന് നമ്മൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഏരിയ കവർ ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു RBI റിലേറ്റഡ് ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻ ആണ്. 4 സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ ശരി ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഒരെണ്ണമായിരിക്കും ശരി, ബാക്കി 3 തെറ്റായിരിക്കും അല്ലെ. ഇതായിരിക്കും ശരി. അങ്ങനെയാണെങ്കിൽ ആ ബാക്കി 3 എന്തുകൊണ്ട് തെറ്റായി, അങ്ങനെയാണെങ്കിൽ എന്താണ് RBIയുടെ കാര്യങ്ങൾ, അങ്ങനത്തെ രീതിയിലൊക്കെ കുറച്ചും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും. നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ നമുക്ക് കുറച്ചുകൂടെ എലിമിനേഷൻ ടെക്നിക് ഒക്കെ അപ്ലൈ ചെയ്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, എക്സ്ട്രീംലി ഫാക്ച്വൽ മാത്രമാണ് നമുക്ക് അധികം ചെയ്യാൻ പറ്റാതെ പോവുക. ഇത് RBIയുടെ കേസ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുത്ത് ഞാൻ പറഞ്ഞത് ഇതുപോലെ നമുക്കിപ്പോൾ കേരള ഗവേണൻസ് അതുപോലെ ഇമ്പോർട്ടന്റ് ആക്ട്സ് ഇത് വെച്ചിട്ട് കൂടുതൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ, കൂടുതൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് എസ്പെഷ്യലി കേരള ഗവേണൻസ്. കാരണം അതിൽ ഇപ്പോൾ പദ്ധതികളൊക്കെ പഠിക്കാൻ പറയുന്നുണ്ട് നമുക്ക് കുറെ. അത് വെച്ചിട്ടാണ് അവർ നമുക്ക് കേവലം ഒരെണ്ണം ഒക്കെ അറിവുണ്ടാവുള്ളൂ ഇല്ല. അപ്പോൾ ആ ഒരു പദ്ധതിയെക്കുറിച്ച് നമ്മൾ കംപ്ലീറ്റ് മനസ്സിലാക്കിയിട്ട് നമുക്ക് അവർക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുള്ളൂ കേട്ടോ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ അതിനൊക്കെ നല്ല രീതിയിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ക്വസ്റ്റൻസിന്റെ പാറ്റേൺ ഒന്നും കൂടെ ഒന്ന് മറിച്ച് പോകണം. ഇതിനെ ബേസ് ചെയ്ത് നമ്മളൊരു ഏരിയ പഠിക്കുമ്പോൾ ആ ഒരു ചോദ്യം കാണണമെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയ ഒന്നുകൂടെ നമ്മളൊന്ന് റിവൈസ് ചെയ്യണം. അപ്പോൾ ഈ PYQs നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ച് സെറ്റ് ആയിരിക്കുകയാണെങ്കിൽ വീക്കിലിയാണ് നമ്മളൊരു PYQs നോക്കാൻ പറയുന്നത്. ഓക്കെ, PYQs നോക്കാൻ പറയുന്നത് വീക്കിലിയാണ്, വീക്കെൻഡിലാണ് നോക്കാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ച പോർഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻസ് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. അത് നമുക്ക് ആൻസറിങ്ങിൽ കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ ഏരിയ ഒന്നും കൂടെ നോക്കുക. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ മനസ്സിലിരിക്കും. ഓക്കെ, ഇങ്ങനെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അതാണ് ഞാൻ പറയുന്നത്. കേവലം വെറുതെ വായിച്ചു പോയതുകൊണ്ടോ 2-3 ആവർത്തി വെറുതെ ഇതാക്കിയതുകൊണ്ടോ കാര്യമില്ല. കുറച്ചും കൂടി സ്മാർട്ടായിട്ട് ഐഡിയോട് കൂടി പഠിക്കുക, എന്നാലേ കാര്യങ്ങൾ നടക്കുള്ളൂ. അതുപോലെ എല്ലാം അരിവടിച്ച് പഠിക്കാതിരിക്കുക, കുറച്ചുകൂടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് പഠിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്ത്യ രാഷ്ട്രീയ ചരിത്രം, ബ്രിട്ടീഷ് ആധിപത്യം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഇപ്പോൾ നിങ്ങൾ രാഷ്ട്രീയ ചരിത്രം നോക്കുകയാണെങ്കിൽ മെയിൻലി മെഡീവൽ കാലഘട്ടമാണ് നോക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിൽ ഡൽഹി സുൽത്താനേറ്റ്, മുഗൾ കാലഘട്ടമൊക്കെ അങ്ങനെ കുറേ പറയുന്നുണ്ടല്ലോ. അത് നമുക്ക് കൂടുതലും ഡിഗ്രി ലെവൽ ഓഫ് എക്സാംസിനാണ് ഞാൻ കണ്ടിട്ടുള്ളത് ചോദ്യങ്ങൾ. 10th അങ്ങനെ കണ്ടിട്ടില്ല. ഇപ്പോൾ LDCയിലൊന്നും നമ്മൾ കണ്ടിട്ടില്ലല്ലോ അങ്ങനെ. അപ്പോൾ ഇനി വരുമോ എന്നറിയില്ല. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് കുറച്ച് സമയം കിട്ടുമ്പോൾ വേണമെങ്കിൽ ഇത് നോക്കിയാൽ മതി. അല്ലാത്ത പക്ഷേ നമുക്ക് ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് തുടങ്ങാം. അങ്ങനെയാണെങ്കിൽ അതിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വരുന്നതും യുദ്ധങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ എന്താണ്, അതായത് അതാണ് ഞാൻ പറയുന്നത്, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് വേണം ആദ്യം കവർ ചെയ്യാൻ. ചിലതൊക്കെ കണക്റ്റഡ് ആയിരിക്കും. ചിലപ്പോൾ തൊട്ട് മുമ്പത്തെ പഠിച്ചാലേ അതിൻ്റെ അങ്ങോട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ജോഗ്രഫി റിലേറ്റഡ് ആയിട്ടൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുക. ഇപ്പോൾ പ്രവാഹങ്ങൾ, ഇപ്പോൾ ഓഷ്യൻ കറൻസ് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിന് മുൻപ് ആ ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷറിന്റെ ഇൻഫ്ലുവൻസ്, ടെമ്പറേച്ചറിന്റെ ഇൻഫ്ലുവൻസ് ഇതൊക്കെ അറിയണം അല്ലേ. അപ്പം അങ്ങനെ കണക്റ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചേ പറ്റുള്ളൂ. അല്ലാത്ത നമുക്ക് സെലക്റ്റീവ് ആയിട്ട് കുറച്ച് ഏരിയാസ് എടുത്ത് ഏറ്റവും പ്രാധാന്യമുള്ള ഏരിയാസ് സ്ഥിരം ഫോക്കസ് ചെയ്യേണ്ടത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സ്ഥിരം ചോദിച്ചു കാണുന്ന ഏരിയാസ് നമ്മൾ ആദ്യമേ പഠിക്കാൻ ശ്രമിക്കാം. ഇപ്പോൾ കേരള ഗവേണൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏതാണ് കൂടുതൽ ആദ്യം ചോദിക്കുന്നത് എന്നുള്ളത്. ഒബ്വിയസ്ലി സിവിൽ സർവീസ് ആണ്. സ്റ്റേറ്റ് സിവിൽ സർവീസിനെ കുറിച്ചും അതിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള റൂൾസും അത് ആദ്യമേ എന്തായാലും പഠിച്ചു വെക്കണം, ചോദിക്കും. പിന്നെ സ്കീമുകൾ, സെലക്റ്റഡ് ആയിട്ടുള്ള സ്കീമുകൾ ഇത് സ്ഥിരം ചോദിക്കുന്നതാണ്. അത് ഓരോന്നും പ്രധാനപ്പെട്ട ഇതുണ്ട്. അതൊക്കെ സെലക്റ്റീവ് ആയിട്ട് നമുക്ക് എടുത്ത് വേഗം വേഗം പഠിച്ചു തീർക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളായിട്ട് അങ്ങനെയുള്ളത് അങ്ങനെയും പഠിച്ചു തീർക്കാം. അപ്പോൾ ഞാൻ എൻ്റെ സജഷൻ ജസ്റ്റ് പറഞ്ഞോന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതികളുണ്ടാകും. എനിക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യം ഇങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ വേണം പഠിക്കാമെന്ന് തോന്നി. ഓക്കെ, അപ്പോൾ അത് പലരും പറയുമെന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞത്. മെയിൻലി അവർ ഇംഗ്ലീഷ് മാത്സ് മലയാളമാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ജനറലി ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിനെക്കുറിച്ച് പിന്നെ പറയാമെന്ന് വിചാരിച്ചു. കാരണം അതുകൂടെ പറഞ്ഞാൽ ഈ വീഡിയോയ്ക്ക് ഭയങ്കര ലെങ്ത് കൂടും. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കറണ്ട് അഫയേഴ്സ് എങ്ങനെ ഇടുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം പറയാം. പിന്നെ നിങ്ങൾക്ക് ഇതൊക്കെ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട്. കമന്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കൂടി അറ്റ്ലീസ്റ്റ് ലൈക്ക് ചെയ്യുക. അപ്പോൾ എനിക്ക് മനസ്സിലാവും എന്താണ് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്, ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല എന്നുള്ളത്. ഓക്കെ, വെറുതെ പറഞ്ഞു പോയതല്ല, ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുമെന്ന് വെച്ചിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.